ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ 6ാമത്തെ ചാപ്റ്റർ ആണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് യൂണിറ്റ് കോസ്റ്റിംഗ് നോക്കാം. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ്ഡ് ബൈ ഇൻഡസ്ട്രീസ് എൻഗേജ്ഡ് ഇൻ ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഐഡന്റിക്കൽ പ്രൊഡക്ട്സ് ഫ്രം എ കോമൺ പ്രോസസ്. അതായത് ഒരു കോമൺ പ്രോസസ്സിലൂടെ ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ലാർജ് സ്കെയിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ആണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയാം. കോറി അങ്ങനെയുള്ള ഒരുപാട് ലാർജ് സ്കെയിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അവിടെ പിന്നെ വരുന്നത് കോസ്റ്റ് ഷീറ്റ് ആണ്. കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം, അതേപോലെ എത്ര സെയിൽ ചെയ്യണം, പ്രോഫിറ്റ് എത്രയാണെന്നൊക്കെ കണ്ടുപിടിക്കാനാണ് കോസ്റ്റ് ഷീറ്റ്. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫോർമാറ്റ് ഉണ്ട്. അതിൽ ആദ്യം നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ ആഡ് ചെയ്തിട്ട് പ്രൈം കോസ്റ്റ് കിട്ടും. ആ പ്രൈം കോസ്റ്റിന്റെ കൂടെ നമ്മൾ ഫാക്ടറി ഓവർഹെഡ് എക്സ്പെൻസുകൾ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക് കോസ്റ്റ് കിട്ടും. അതിനുശേഷം ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡുകൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഓക്കെ, ഓഫീസ് കോസ്റ്റ് അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. അതിന്റെ കൂടെ ലാസ്റ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എത്ര കോസ്റ്റ് ആണ് സെയിൽ ചെയ്യാനുള്ളത് കിട്ടും. അതാണ് കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ്. പിന്നെ ട്രീറ്റ്മെന്റ് ഓഫ് സ്റ്റോക്കുകളെ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യാം, അതായത് റോ മെറ്റീരിയൽ ആയിട്ടുള്ള സ്റ്റോക്കിനെ എങ്ങനെ ട്രീറ്റ്മെന്റ് കാട്ടാം, അതേപോലെ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടുള്ളതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ട്രീറ്റ്മെന്റ് ഓഫ് സ്റ്റോക്കിൽ വരുന്നത്. പിന്നെ ടെൻഡർ പ്രൈസ് ആണ്. ടെൻഡർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എസ്റ്റിമേറ്റഡ് പ്രൈസ് ഓഫ് സപ്ലൈ ഓഫ് പ്രോഡക്റ്റ് ടു ദി കസ്റ്റമർ. കസ്റ്റമേഴ്സിന് നമ്മൾ സപ്ലൈ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിന് എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രൈസ് ആണ് ടെൻഡർ പ്രൈസ് എന്ന് പറയുന്നത്. അതായത് എത്ര സെല്ലിംഗ് പ്രൈസിൽ അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ ഓർഡറിൽ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യണം, സെയിൽ ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എസ്റ്റിമേറ്റഡ് പ്രൈസിനെയാണ് ടെൻഡർ പ്രൈസ് എന്ന് പറയാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് കാണാൻ പ്രധാനമായിട്ടും 2 മെത്തേഡാണുള്ളത്. ഫസ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഓവർഹെഡ്, അതായത് ഓവർഹെഡിന്റെ പെർസെൻറ്റേജിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ടെൻഡർ പ്രൈസ് കാണാം. രണ്ടാമത്, ഓൺ ദ ബേസിസ് ഓഫ് പ്രീവിയസ് ഇയർ പെർ യൂണിറ്റ് കോസ്റ്റ്, അതായത് കോസ്റ്റ് പെർ യൂണിറ്റിന്റെ പ്രീവിയസ് ഇയറിലെ കോസ്റ്റ് പെർ യൂണിറ്റിന്റെ ബേസിലായിരിക്കും ടെൻഡർ പ്രൈസ് കാണാം. അതിൽ തന്നെ 3 മെത്തേഡുകൾ വരുന്നുണ്ട് രണ്ടാമത്തേല്. ഒന്ന് വെൻ ദർ ഇസ് നോ ചേഞ്ച് ഇൻ കോസ്റ്റ് കോമ്പണൻസ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്, അതായത് ടെൻഡർ പ്രൈസ് കാണുന്നതിൽ വരുന്ന കോമ്പണൻസ്, കോസ്റ്റ് ഓഫ് കോമ്പണൻസിൽ ചേഞ്ച് ഇല്ല, അതേപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിനും എന്തില്ല, ചേഞ്ച് ഇല്ലെങ്കിൽ എങ്ങനെയാണ് കാണാം. അതേപോലെ രണ്ടാമത്, വെൻ ദർ ഇസ് ചേഞ്ച് ഇൻ കോസ്റ്റ് ബട്ട് ദർ ഇസ് നോ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്, അതായത് ചില കോസ്റ്റ് ഓഫ് എലമെന്റുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ഉണ്ട്, എന്നാൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിൽ ചേഞ്ച് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ടെൻഡർ പ്രൈസ് കാണാം. അതേപോലെ മൂന്നാമത് പറയുന്നത്, വെൻ ദർ ഈസ് ചേഞ്ച് ഇൻ കോസ്റ്റ് അലോങ് വിത്ത് ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്, അതായത് കോസ്റ്റ് ഓഫ് എലമെന്റിലും ചേഞ്ച് ഉണ്ട്, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിലും എന്തുണ്ട്, ചേഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പോ ആ 3 മെത്തേഡിലായിട്ട് ടെൻഡർ പ്രൈസ് കാണുന്നതാണ് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് ജോബ് കോസ്റ്റിംഗ് ആണ്, ചാപ്റ്റർ 7. Job costing, this is the method of ascertaining cost of jobs or work orders separately. It is a specific order costing. അതായത് ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ്. അതായത് ഇവിടെ അസർട്ടൈൻ കോസ്റ്റ് ഓഫ് ജോബ് ഓർ വർക്ക് ഓർഡർ, അതായത് ഓരോ ജോബിന് അല്ലെങ്കിൽ ഓരോ വർക്ക് ഓർഡേഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്രൊസീജിയർ ഓഫ് ജോബ് കോസ്റ്റിംഗിന്റെ പ്രൊസീജിയേഴ്സ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് സമ്മറി ആയിട്ട് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാണ് ജോബ് കോസ്റ്റിംഗിന്റെ പ്രൊസീജിയേഴ്സും. അതേപോലെ ജോബ് കോസ്റ്റ് ഷീറ്റ് ആണ്. ജോബ് കോസ്റ്റ് ഷീറ്റ് യൂണിറ്റ് കോസ്റ്റ് ഷീറ്റിന്റെ അതേപോലെ തന്നെയാണ് ജോബ് കോസ്റ്റ് ഷീറ്റ് വരുന്നത്. ഈ പ്രൊസീജിയർ ഓഫ് ജോബ് കോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് എന്താണ്, റിസീവിങ് കസ്റ്റമേഴ്സിന്റെ എൻക്വയറി റിസീവ് ചെയ്യാം, എസ്റ്റിമേറ്റിംഗ് ദി പ്രൈസ് ഓഫ് ജോബ്, എത്രയാണ് ആ ജോബിന് പ്രൈസ് വരിക എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക, അതേപോലെ റിസീവിങ് കസ്റ്റമേഴ്സിന്റെ ഓർഡർ റിസീവ് ചെയ്യാം, അതേപോലെ ജോബ് നമ്പർ, ഓരോ ഇതിനും ഓർഡറിനും ഓരോ ജോബ് നമ്പർ അലോക്കേറ്റ് ചെയ്യാം, പ്രൊഡക്ഷൻ ഓർഡർ, അതായത് നമ്മൾ ഓർഡർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആ ഓർഡർ ഇഷ്യൂ ചെയ്യും, അതാണ് പ്രൊഡക്ഷൻ ഓർഡർ. റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ്, കംപ്ലീഷൻ ഓഫ് ജോബ്,
കമ്പ്യൂട്ടേഷൻ ഓഫ് ദി പ്രോഫിറ്റ് ഓർ ലോസ്, ഇതൊക്കെയാണ് പ്രൊസീജിയർ ഓഫ് ജോബ് കോസ്റ്റിംഗിൽ വരുന്നത്. ജോബ് കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക അതൊക്കെ നമ്മൾ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ചാപ്റ്റർ 7 വരുന്നത്. പിന്നെ ചാപ്റ്റർ 8 കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് കോൺട്രാക്ട്, അതായത് എന്താണ് കോൺട്രാക്റ്റിൽ വരുന്ന കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനുള്ള മെത്തേഡാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയാം. കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം അല്ലെ, അതായത് ഒരു വർക്ക് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇത്ര രൂപയ്ക്ക് ഇത്ര സമയത്തിനുള്ളിൽ അത് എന്ത് ചെയ്ത് തരാം, കംപ്ലീറ്റ് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. കോൺട്രാക്റ്റിൽ 2 പാർട്ടീസ് ആണ് വരുന്നത്, കോൺട്രാക്ടർ ആൻഡ് കോൺട്രാക്ടി. Who is the contractor? Contractor is the person who undertake the work. ആരാണോ ആ വർക്ക് ഏറ്റെടുക്കുന്നത് അയാളെ കോൺട്രാക്ടർ എന്നും, കോൺട്രാക്ടി is the person who gives the contract. ആരാണോ കോൺട്രാക്ട് കൊടുക്കുന്നത് അയാളെ കോൺട്രാക്ടി എന്നും പറയുന്നു. ഇതിൽ കോൺട്രാക്ട് അക്കൗണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ, കോൺട്രാക്ട് അക്കൗണ്ട് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ട്രീറ്റ്മെന്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, എങ്ങനെയാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി ട്രീറ്റ്മെന്റ് വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി. അതിൽ ഡിപ്രീസിയേഷൻ ഒക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കി. അതേപോലെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കോൺട്രാക്ട്, അതായത് വർക്ക് ഇൻ പ്രോഗ്രസ്, കംപ്ലീറ്റ് ആവാത്ത കോൺട്രാക്റ്റുകൾ ഉണ്ടാവും, 1 വർഷത്തോടെ കഴിയുന്നതാവില്ല, ചിലപ്പോൾ 4 വർഷം 5 വർഷം ഒക്കെ എടുത്തിട്ടാവും ചിലപ്പോൾ കംപ്ലീറ്റ് ആവുക. അങ്ങനെ ഉള്ള കോൺട്രാക്റ്റിന്റെ പ്രോഫിറ്റ് എങ്ങനെയാണ്, നോഷണൽ പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുക എന്നുള്ളതും. അതേപോലെ വർക്ക് ഇൻ പ്രോഗ്രസ് 2 തരത്തിലുണ്ട്, വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും. അതായത് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റിന് എത്ര എന്ത് ചെയ്യാം, അവിടെ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഒരു ഏജന്റ് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്. വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, അത് സർട്ടിഫൈ ചെയ്തിട്ടില്ല, അതാണ് വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോൺട്രാക്ട് കോസ്റ്റിംഗിൽ പറയുന്നത്. പിന്നെ ചാപ്റ്റർ 9 പ്രോസസ് കോസ്റ്റിംഗ് ആണ്. പ്രോസസ് കോസ്റ്റിംഗ് എന്താണ്, അസർടൈൻമെന്റ് ഓഫ് കോസ്റ്റ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓർ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കോൾഡ് പ്രോസസ് കോസ്റ്റിംഗ്. അതായത് ഓരോ സ്റ്റേജ്, പ്രൊഡക്ഷന്റെ ഓരോ പ്രോസസ്സിലും ഓരോ സ്റ്റേജിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് കാണുന്നതിനെയാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോ പ്രോസസ്സിലും, ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ അല്ല അത് കംപ്ലീറ്റ് ആവുന്നത്, ഡിഫറെന്റ് പ്രോസസ്സിലൂടെയാണ് അത് കംപ്ലീറ്റ് ആവുക. അപ്പൊ ഓരോ പ്രോസസ്സിലും വരുന്ന അതിന്റെ കോസ്റ്റ് കാണുന്നതാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് ആണ് അതിൽ ആദ്യം നമ്മൾ പറയുന്നത്. അതായത് ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസുകൾ, മെറ്റീരിയൽ, ലേബർ എക്സ്പെൻസ് അങ്ങനെയൊക്കെ വരുന്നതും, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ബാലൻസ് എഴുതുക, അതേപോലെ നോർമൽ ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുക. അതാണ് സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിൽ പിന്നെ അഡ്ജസ്റ്റ്മെന്റുകളാണ് വരുന്നത്. നോർമൽ പ്രോസസ് ലോസ് എങ്ങനെ കാണാം, അപ് നോർമൽ പ്രോസസ് ലോസ് എങ്ങനെയാണ് കാണാം, അപ് നോർമൽ ഗെയിൻ എങ്ങനെ കാണാം എന്നുള്ളതൊക്കെ. ഓക്കെ, അതായത് നോർമൽ ഔട്ട്പുട്ടിനേക്കാൾ കുറവാണ് ആക്ച്വൽ ഔട്ട്പുട്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, അപ് നോർമൽ പ്രോസസ് ലോസ് ആയിരിക്കും ഉണ്ടാവുക. നോർമൽ ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലാണ് ആക്ച്വൽ ഔട്ട്പുട്ട് എന്നുണ്ടെങ്കിൽ അവിടെ അപ് നോർമൽ ഗെയിൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ അഡ്ജസ്റ്റ്മെന്റുകൾ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, ചാപ്റ്റർ 10 ഓപ്പറേറ്റിംഗ് ഓർ സർവീസ് കോസ്റ്റിംഗ് ആണ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ടു ദി സർവീസ് എന്റർപ്രൈസസ്. അതായത് സർവീസ് എന്റർപ്രൈസസിൽ അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ്, കോസ്റ്റിംഗ് മെത്തേഡാണ് സർവീസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്ലിക്കേഷൻ ഓഫ് സർവീസ് കോസ്റ്റിംഗ്, അതായത് എവിടെയൊക്കെയാണ് നമ്മൾ ഈ സർവീസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോട്ടലുകൾ, അങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ എന്റർപ്രൈസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മെത്തേഡ്, സർവീസ് കോസ്റ്റിംഗ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. സർവീസ് കോസ്റ്റ് യൂണിറ്റുകൾ 2 തരാനുള്ളതെന്ന് പിന്നെ പറഞ്ഞു. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റുകളാണ് അത്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് ഒരു സിമ്പിൾ യൂണിറ്റേ ഉണ്ടാവുള്ളൂ, അതായത് ഒരു യൂണിറ്റിലായിരിക്കും അവിടെ ഐഡന്റിഫൈ ചെയ്യാം. കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് പറഞ്ഞാൽ ഒന്നിലധികം കോസ്റ്റ് യൂണിറ്റ് വെച്ചിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യാം, കമ്പ്യൂട്ട് ചെയ്യാം. ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുണ്ടായിരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിംഗ് ആണ്. എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിംഗ്, കിലോമീറ്റർ പെർ അവർ എങ്ങനെയാണ് കാണുക എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചാപ്റ്റർ 11 ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ഓക്കെ, ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ പ്ലാൻ എക്സ്പ്രസ്ഡ് ഇൻ മണി. അതായത് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ആണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണിയിലാണ് അത്, അതായത് എക്സ്പ്രസ് ചെയ്യാൻ മണിയുടെ ബേസിലാണ്. ഓക്കെ, ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്രിപ്പറേഷൻ, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്. അതായത് ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, അത് ഓപ്പറേറ്റ് ചെയ്യുക എന്നടങ്ങിയിട്ടുള്ള പ്രോസസ്സിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയാം. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് യൂസിങ് ബഡ്ജറ്റ് ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും ബഡ്ജറ്റിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയാം. സ്റ്റെപ്സ് ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം ആണ്. അതായത് ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റത്തിൽ ഒരുപാട് സ്റ്റെപ്പുകൾ പറയുന്നുണ്ടായിരുന്നു നമ്മൾ അവിടെ.
അത് നോക്കുക. അതേപോലെ എന്താണ് ബഡ്ജറ്റിന്റെ നീഡ് എന്താണ് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാഷ് ബഡ്ജറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സെറ്റ് BBB, അതായത് സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒപ്റ്റിമം അലോക്കേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ചാപ്റ്റർ 12 ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് എ പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റ് ഫോർ ഇവാലുവേറ്റിംഗ് ദി ആക്ച്വൽ പെർഫോമൻസ്. ആക്ച്വൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഇവിടെ പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റും അതേപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് ഇൻവോൾവ്ഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്പുകൾ എന്നുള്ളതൊക്കെ നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വേരിയൻസ് അനാലിസിസ് ആണ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ദി കമ്പയറബിൾ ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിങ് എ പീരീഡ്. അതായത് വേരിയൻസ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റും അതായത് ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള കമ്പാരിസൺ ആണ് എന്ത് വേരിയൻസ് അനാലിസിസിൽ വരുന്നത്. അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. യൂസസ് ഓഫ് വേരിയൻസ് അനാലിസിസ് അവിടെ പറയുന്നുണ്ട്. ഈ ടൈപ്സ് ഓഫ് വേരിയൻസസ് പറയുന്നുണ്ട്. മെറ്റീരിയൽ വേരിയൻസ്, മെറ്റീരിയലിൽ വരുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് മെറ്റീരിയൽ വേരിയൻസസ്. അതിന്റെ സബ് ഹെഡുകൾ വരുന്നുണ്ട്. ലേബർ വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബറിൽ ഉള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലേബർ വേരിയൻസ്. ഓവർഹെഡ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർഹെഡിൽ വരുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഓവർഹെഡ് വേരിയൻസ്. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മൾക്ക് എന്തിലുള്ളത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിലുള്ളത്.